നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുറക്കുമ്പോൾ ഒരു ഇൻ്റർവ്യൂവും അതിൻ്റെ ക്ലിപ്പിങ്സ്, പിന്നെ അതിൻ്റെ റിയാക്ഷൻ വീഡിയോസ്, ഇതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആകെ നിറഞ്ഞ് നിൽക്കുന്നത്. അജിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ടെലിവിഷൻ താരത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അപ്പോൾ എന്തോ ഒരു അനാവശ്യ ചോദ്യം ഇയാൾ ചോദിക്കുന്നു. അതിന് താരം ചൂടായി മറുപടി നൽകുന്നു. പശ്ചാത്തലം നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി അനുബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോ കൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആകെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ അതിനെ ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനും ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, അപ്പോൾ ഒരു ലൈവല്ല ആ വീഡിയോ. ഈ അജിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോ ഒരു ലൈവ് പ്രോഗ്രാമല്ല. അതുപോട്ടെ, ഒരു താരത്തെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇപ്പോൾ ചോദ്യങ്ങളുടെ ഒരു സ്വഭാവം അയാളോ അവരോ മുൻകൂട്ടി ചോദിക്കുക സ്വാഭാവികമാണ്. അപ്പോൾ അവർക്ക് ഏതാണ്ടൊരു ഇൻ്റർവ്യൂവിൻ്റെ നിലവാരം മനസ്സിലാകും. ചിലപ്പോൾ സമ്മതിക്കും, ചിലപ്പോൾ ഇൻ്റർവ്യൂ നൽകിയില്ല എന്നും വരാം. അപ്പോൾ ലൈവ് അല്ലാത്തൊരു വീഡിയോ അപ്പോൾ തിരികെ എഡിറ്റ് ചെയ്ത് അതിൻ്റെ സമയക്രമമൊക്കെ നിശ്ചയിച്ച് അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ടാണ് ഈ വിവാദവും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഈ കമൻറ്റ് ബോക്സിൽ തന്നെ ഇത് പ്രീ പ്ലാൻഡ് ആണ്, സ്ക്രിപ്റ്റഡ് ആണ് എന്ന് തുടങ്ങിയ വിമർശനങ്ങളല്ല, വസ്തുതകൾ തന്നെയാണ് ധാരാളം വരുന്നു. എനിക്കും പറയാനുള്ളത് ഇത് സ്ക്രിപ്റ്റഡ് വീഡിയോ തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ അനുമതിയില്ലാതെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നവനും ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അവകാശമില്ല എന്ന് ഏത് കുഞ്ഞിനും അറിയും. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ എന്ത് ധൈര്യത്തിലാണ് ഇവന്മാരൊക്കെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്? അപ്പോൾ വ്യൂവർഷിപ്പ് കൂട്ടാനുള്ള തന്ത്രം, ചുളുവിൽ ഇത് റിയാക്ഷൻ വീഡിയോ ഉണ്ട്, അങ്ങനെയും കുറേ റീച്ച് കിട്ടും. അതാണ് ഇവന്മാരുടെ ഈ കുതന്ത്രങ്ങൾ. അല്ലാതെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോ ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ അവരുടെ എതിർപ്പുണ്ടായാൽ ഒരു ദേവേന്ദ്രനും വീഡിയോ അപ്ലോഡ് ചെയ്യുക അസാധ്യമാണ്. അപ്പോൾ ഇത്തരം കള്ളനാണയങ്ങളെ തിരിച്ചറിയുക. അതിപ്പോൾ എന്നെക്കാളും നിങ്ങൾക്ക് ഈ കള്ളനാണയങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്നറിയാം. ഈ കമൻറ്റ് ബോക്സിലെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ആ കാര്യം നിങ്ങൾക്കും എനിക്കും മനസ്സിലാവും. എങ്കിലും എൻ്റെ കള്ളനാണയങ്ങളെ